പ്രശാന്ത് വി കുറുപ്പേ, നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് കേരളം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്, അദ്ദേഹത്തെ പോലീസ് മർദ്ദിച്ച് അവശനാക്കുന്ന ഒരു വീഡിയോ, കുന്നംകുളം, അത് തൃശ്ശൂർ ജില്ല, വീഡിയോ ക്ലിപ്പിംഗ്സ് ആണ്. അതിനുശേഷം കേരളത്തിലുടനീളം പോലീസ് ഇത്തരത്തിൽ സ്റ്റേഷനിൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മർദ്ദനമുറയാണോ സ്റ്റേഷനിലുള്ളത് എന്നുള്ളതിനെപ്പറ്റി പ്രതിപക്ഷവും സമൂഹ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൊതുജനവും എല്ലാം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ഈ വന്നിരിക്കുന്ന ഒരു DYSP, അതായത് മധു ബാബു. അയാൾ ഇപ്പോൾ ആലപ്പുഴ DYSP ആണ്. ഇയാളെപ്പറ്റി വളരെ വലിയ വലിപ്പത്തിൽ അല്ലെങ്കിൽ വളരെ ക്രൂരനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ, എന്നാൽ ഇയാൾക്ക് ഈ പറയുന്നിടത്തെല്ലാം രക്ഷ കിട്ടുന്നവരായിട്ടുള്ള, അത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാലും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏത് സമയത്ത് ഇയാൾക്ക് രക്ഷ കിട്ടുകയും ഇപ്പോഴും അയാൾ ഈ പറയുന്നത് പോലെ പൊതുജനത്തിനെ സേവിക്കുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു DYSP ആയിട്ട് മാറും. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പരിശോധിക്കുമ്പോൾ 2012 ഒരു ജവാനെ മർദ്ദിച്ച കേസ്, അയാളുടെ പേര് ഒരു സുബൈർ, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 2024 തവണക്കടവ് സിദ്ധാർത്ഥനെ മർദ്ദിച്ച കേസ് ആലപ്പുഴ കോടതിയിൽ ശിക്ഷിച്ചിട്ടുണ്ട്. 2011 കുറുവലങ്ങാട് അധ്യാപനെ മർദ്ദിച്ച കേസ്, ഇതും ശിക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ SFIയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിട്ടിരുന്ന ഹരികൃഷ്ണന്റെ 2 കരണവും അടിച്ചു പൊട്ടിച്ച് ദേഹം മുഴുവൻ ഈ മുളക് സ്പ്രേ അടിച്ച കേസ്. പിന്നെ മൂന്നാമത് ഞാൻ ചോദിക്കാൻ പോകുന്നത്, എനിക്ക് പ്രശാന്ത് കുറുപ്പിനെ വളരെ കൃത്യമായിട്ട് അറിയാം. വളരെ കാലം കൊണ്ട് ഈ പറയുന്നത് പോലെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന, ഹൈക്കോടതി ഉൾപ്പെടെ ഉള്ളത് വളരെ വലിയ, നിങ്ങളുടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഫാമിലി കോർട്ടിലെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരവസ്ഥ. അതായത് ഒരു ഹൈക്കോടതി സാധാരണ ഒരു വക്കീലിനെ പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഹൈക്കോടതി വക്കീലിനെ മർദ്ദിച്ച് അവശനാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി ഫയലുകൾ എടുത്തുകൊണ്ട്, എന്നിട്ടും ഈ ആൾ ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. അപ്പം അതിൻ്റെ കാര്യം, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം സമൂഹം അറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചർച്ചയായിട്ട് നമ്മൾ. ഈ 2014 എൻ്റെ ഒരു കുടുംബ പ്രശ്നമുണ്ട്. എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഞാൻ 2013 പത്തനംതിട്ട കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന് ഹർജി കൊടുത്തു. ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചു. കുട്ടി എൻ്റെ കൂടെയായിരുന്നു. അന്ന് 6 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി. അവർക്ക് ഒരു വഴിവിട്ട ബന്ധം വന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വിവാഹമോചനത്തിലേക്ക് എത്തിയത്. അപ്പം അതിനകത്തിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയും ഫാമിലി കോടതിയിൽ സംയുക്ത വിവാഹമോചന ഹർജിയിൽ വിചാരണയുടെ ഘട്ടങ്ങളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ താമസിച്ച് വരികയായിരുന്നു. ഞാനും മോളും പുറത്ത് വേറൊരു എൻ്റെ സഹോദരിയോടൊപ്പം താമസിച്ച് വരികയായിരുന്നു. അങ്ങനെ 2014 മാർച്ച് മാസം 10-ാം തീയതി ഞാൻ വീട്ടിലെത്തിയ സമയത്ത് എന്നെ ഈ ഇൻസ്പെക്ടറായിരുന്ന, പത്തനംതിട്ട സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഈ MR മധുബാബു വീട്ടിൽ വന്ന് എന്നെ വളരെ മൃഗീയമായി മർദ്ദിച്ചു. അന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ്. അന്ന് തന്നെ ഞാൻ ഏതാണ്ട് 11 വർഷം പ്രാക്ടീസുള്ള, 12 വർഷം പ്രാക്ടീസുള്ള അഡ്വക്കേറ്റാണ്. തന്നെയല്ല, ഞാൻ വിദ്യാർത്ഥി ഒരു ഘടകകക്ഷി, ഇടതുപക്ഷ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന ഭാരവാഹി, ജില്ലാ പ്രസിഡന്റുമായിരുന്നു. ആ സമയത്ത് ഞാൻ ജനതാദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിട്ടും ഒരു 9 വർഷക്കാലം പള്ളിക്കോട് പഞ്ചായത്ത് കൺവീനറായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇയാൾ കതവ് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി വന്നതിന് ശേഷം എൻ്റെ ഈ ഇവിടെയാണ് ഇടിച്ചു. എന്നെ ഒരുപാട് മർദ്ദിച്ചു. ഞാൻ താഴെ വീണ സമയത്ത് ഇയാൾ വീണ്ടും ബൂട്ടിട്ട് എന്നെ മർദ്ദിച്ചു. ഞാൻ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും എന്നെ മർദ്ദിച്ചു. ഈയിടെ കൂടെ ഒരു 6ഓളം ആ പോലീസുകാരും തന്നെ എന്നോടൊന്നും തന്നെ മോശമായി പറഞ്ഞില്ല. കാരണം അവർക്കൊക്കെ എന്നെ അറിയാം. എനിക്ക് ഈ മധുബാബുവിനെ വലിയ പരിചയവുമില്ല. കാരണം അയാൾ അന്ന് എത്തി ചാർജ് എടുത്ത് 1 മാസം കഷ്ടിച്ചാകുന്ന മാത്രം, 1 മാസം പോലും ഒരു 1-2 മാസം ആകുന്നേ ഉള്ളൂ. എന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ട് പോവുകയാണ്, ജീപ്പിൽ ഇട്ട് അങ്ങ് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ വെച്ച്, കൊണ്ടുപോകുന്ന വഴിക്കും മർദ്ദിച്ചു, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ വെച്ചും മർദ്ദിച്ചു. മർദ്ദിച്ചതിന് ശേഷം 498 എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം രാത്രി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വന്നു. അതുപോലെ തന്നെ ഹൈക്കോടതിയിലെ പ്രമുഖരായ അഭിഭാഷകർ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ഹൈക്കോടതിയിലെ ഉന്നതരായ വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇത് ഒരു ദേഹത്ത് മുറിവുകളുമുണ്ട്. അങ്ങനെ ഇയാൾ അന്ന് രാത്രി കൊണ്ട് തന്നെ ഒരു 6ഓളം ക്രിമിനൽ കേസുകൾ ഒറ്റ ദിവസം രാത്രി കൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്തു. പിറ്റേ ദിവസം എന്നെ കോടതി ഹാജരാക്കി. കൊലപാതക ശ്രമം അടക്കമുള്ള കേസുകൾ ചുമത്തി. യാതൊരുവിധ എവിഡൻസും ഇല്ലാതെയാണ് ഇത്രയും കേസുകൾ എടുക്കുന്നത്. കിട്ടാവുന്ന ആരെക്കൊണ്ടൊക്കെ പരാതി ഘടിപ്പിക്കാമോ ആ പരാതികളിലെല്ലാം വെച്ചുകൊണ്ട് ഭാര്യയുമായി അടുപ്പം ഉണ്ടായിരുന്നവർ, ബന്ധുക്കൾ, അവരെ എല്ലാം കൂടെ വെച്ചുകൊണ്ട് പരാതി ഘടിപ്പിച്ചു. യാതൊരു ലോജിക്കുമില്ലാത്ത പരാതികൾ.
കോടതി റിമാൻഡ് ചെയ്തു. ഞാൻ 17ാമത്തെ ദിവസം എനിക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിക്കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഈ ജാമ്യം കിട്ടി എന്നറിഞ്ഞുകൊണ്ട് ഞാൻ വിവാഹമോചനത്തിൽ ഹർജിയിലുണ്ടായിരുന്ന എതിർകക്ഷിയായ ഭാര്യയുടെ കയ്യിൽ നിന്നൊരു പരാതി എഴുതി വാങ്ങിക്കൊണ്ട് അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ പിന്നെ എൻ്റെ കുട്ടിയെ ഞാൻ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിവിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ ഒരു ജുവനൈൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസെടുത്തു. എന്നിട്ട് അത് അന്ന് പോക്സോ കോടതിയിൽ ആ കേസ് കൊടുത്തു. അപ്പോൾ പോക്സോ കോടതിയിൽ നിന്ന് വേണം എനിക്ക് ജാമ്യം കിട്ടാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും പോക്സോ കേസിനകത്തിൽ റിപ്പോർട്ടില്ലാതെ ഒരു ജാമ്യം തരത്തില്ല. കാരണം ഒരു ജുഡീഷ്യൽ ഓഫീസർ പോക്സോ കേസുകളെ നമുക്കറിയാം, സമൂഹം പോക്സോ കേസുകളെ എങ്ങനെയാണ് കാണുന്നത്. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും കുട്ടി വക്കീലിനോട് ഇല്ല, എൻ്റെ പെങ്ങളുടെ വീട്ടിലാണ്. അപ്പം നമുക്ക് അതിനെ പ്രൊഡ്യൂസ് ചെയ്താൽ പോരെ? അല്ല, ഞാൻ പറഞ്ഞു വരുന്ന അതാണ്. അപ്പം ഞാൻ ആദ്യം ജാമ്യം കിട്ടണ്ടേ? ജാമ്യം കിട്ടാതെ കുട്ടിയെ ഹാജരാക്കാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾ, എൻ്റെ അച്ഛനും അമ്മയും, 70 വയസ്സ് പ്രായമുള്ള അച്ഛനും 65 വയസ്സ് പ്രായമുള്ള അമ്മയും, അന്ന് പ്രായമുള്ള അമ്മയും കൂടി ഈ കുട്ടിയെ, എൻ്റെ കുഞ്ഞിനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂരിൻ്റെ മുൻപാകെ ഹാജരാക്കി. മഞ്ജുള ചെല്ലൂർ ഈ അഭിഭാഷകനായതുകൊണ്ടും അവിടെ ഈ കേസിനെ സംബന്ധിച്ചുള്ള അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിയാണ്. അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ T ആസിഫ് അലിയാണ്. ഇവർക്കൊക്കെ എന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ഇവരിത് പിന്നെ ഓപ്പൺ കോടതി വിളിച്ചതിന് ശേഷം ചേംബറിലേക്ക് ഈ കേസ് വിളിപ്പിച്ചു. ചേംബറിലെത്തിയതിന് ശേഷം എൻ്റെ മോൾ, അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ആ കുട്ടിയുമായി നിരന്തരമായി ഇവർ സംസാരിച്ചു. ബഹുമാനപ്പെട്ട അന്നത്തെ ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ സംസാരിച്ചപ്പം കുട്ടി പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ഈ CIയുമായി അമ്മയ്ക്കുള്ള വളരെ നീണ്ട കാലത്തെ അടുപ്പം, അമ്മ ഈ കുട്ടിയെയും കൂടി കൊണ്ടടക്കം ഈ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്, ഈ CI താമസിക്കുന്നത്. എനിക്ക് പോലും അറിയില്ല, ഇയാൾ അവിടെ 3 മാസം ആയതേ ഉള്ളൂ, പക്ഷേ അവിടെ ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം ഇതെല്ലാം പറഞ്ഞപ്പോൾ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മഞ്ജുള ചെല്ലൂർ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കരുതിയത് ഇത് കുട്ടിയെ ട്യൂട്ടർ ചെയ്ത് പറയിപ്പിക്കുവാനും കരുതി. അപ്പോൾ വീണ്ടും അടുത്ത ദിവസത്തേക്ക് വീണ്ടും കേസ് വെച്ചു. വീണ്ടും അടുത്ത ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുട്ടിയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തതിന് ശേഷം അപ്പോഴത്തേക്ക് ഈ പരാതിക്കാരി ഈ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ഈ സ്ത്രീ, എൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീയും എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ദിവസം ഫുൾ കസ്റ്റഡി കൊടുത്തു ഈ കുട്ടിയെ. കുട്ടിന് ശേഷം വീണ്ടും 4 മണിക്ക് കേസ് പരിഗണിച്ചപ്പോഴും കുട്ടി ഇതേ കാര്യങ്ങൾ തന്നെ വളരെ കൃത്യമായി, വളരെ സ്പഷ്ടമായി പറഞ്ഞു. അങ്ങനെ എൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ ഈ കുട്ടിയെ കസ്റ്റഡി കൊടുത്തതിന് ശേഷം എനിക്ക് ജാമ്യം തരാനുള്ള നിർദ്ദേശവും കൊടുത്തതിന് ശേഷം അപ്പം ജാമ്യത്തിന് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും കോടതി കേസ് പരിഗണിച്ചതിന് ശേഷം കുട്ടിയുടെ കസ്റ്റഡി എനിക്ക് തരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേരിൽ ഈ ഇൻസ്പെക്ടർ മധുബാബു എടുത്തത് 14ഓളം ക്രിമിനൽ കേസുകൾ എൻ്റെ പേരിൽ 2 മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്തു. 14ഓളം. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഉന്നതരായ വ്യക്തികൾ ഇടപെട്ടതിന് ശേഷം ഇതിനകത്തിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഇയാൾക്കുണ്ടായി. അങ്ങനെ അതിൻ്റെ ഭാഗമായി ഈ ഒരുപാട്, അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇയാൾ ഒരുപാട് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ബ്രൂട്ടലായ ഒരു ഓഫീസറാണെന്ന് അറിയുന്നത്. അപ്പോൾ ഹൈക്കോടതിയിലെ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ അടക്കം ഇതറിയാം, അഡ്വക്കേറ്റ് ജനറൽ അടക്കം ഇതറിയാം, അവിടുത്തെ സീനിയർ GPമാർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് പോലീസ് ചീഫിന് ശുപാർശ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ട് ഇദ്ദേഹത്തിന് എതിരെ വകുപ്പ് തല നടപടി. അപ്പം അന്ന് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്നത് UDF സർക്കാരാണ്. ഞാനിതിനകത്ത് UDF എന്നോ LDF എന്നുള്ള വ്യത്യാസം ഒരിക്കലും കാണത്തില്ല. പക്ഷേ അന്ന് ഇയാളെ ലോ ആൻഡ് ഓർഡർ പോസ്റ്റിംഗ് ചെയ്യരുത്, ഇയാളെ ലോക്കൽ പോസ്റ്റിംഗ് കൊടുക്കരുതെന്നുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഗവൺമെൻറ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് നിലനിൽക്കുന്ന സമയമാണ്. അതാണ് അതിനകത്തിലെ വിരോധാഭാസം. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഉത്തരവ് നിലനിൽക്കുന്നു. എൻ്റെ ഇതുകൂടെ ആയപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം സ്റ്റേറ്റ് പോലീസ് ചീഫിന് കൈമാറി. അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം സംസ്ഥാന പോലീസ് ചീഫിനെ പോയി കാണുന്നു. അന്ന് KS ബാലസുബ്രഹ്മണ്യമാണ്. 2014 ഒരു ഏപ്രിൽ മെയ് ജൂൺ മാസമാണെന്നാണ് എൻ്റെ ഓർമ്മ. ജൂൺ മാസമുള്ളതായി, അപ്പോഴത്തെ 2-3 മാസമായി. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനിത് ആരെയും ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറയുന്നുള്ളൂ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ബ്ലെയിം ചെയ്യാൻ പറയുന്നതല്ല. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ജില്ലയിലെ എന്നോടൊപ്പം ഉള്ള ഒരു ഞങ്ങളുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ജോർജ് കോശി. അദ്ദേഹം 13 വർഷക്കാലം പത്തനംതിട്ടയുടെ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ലീഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഡൽഹിയിൽ DGP ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അറിയാവുന്ന ആളാണ് ഈ KS ബാലസുബ്രഹ്മണ്യം, ബാച്ച്മേറ്റ്സ് ആണ്. അപ്പോൾ അദ്ദേഹത്തോട് ആദ്യം പറയുന്നത്, എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല ജോർജ് കോശി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജില്ലയിലെ ഒരു മന്ത്രി, പേര് പറഞ്ഞില്ല, അദ്ദേഹം അന്തസ്സുള്ള മനുഷ്യനാണ്, നിങ്ങളുടെ ജില്ലയിൽ നിന്നുള്ളൊരു മന്ത്രി
ഈ ഉദ്യോഗസ്ഥനെ വഴിവിട്ട് സഹായിക്കുന്നുണ്ട്. ഇയാൾ പോലീസ് ഫോഴ്സിന് മൊത്തത്തിൽ തലവേദനയാണ്. ഇയാളുടെ പേരിൽ ഒരു കൺവിക്ഷൻ കിടപ്പുണ്ട്. കുറവിലങ്ങാട് അധ്യാപനം മർദ്ദിച്ച കേസിനകത്ത് വേറൊരു കൺവിക്ഷൻ കിടപ്പുണ്ട്. ഇയാൾക്കെതിരെ ഒരുപാട് നൊട്ടോറിയസ് ഓഫീസറാണ്. ഫോഴ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരാളല്ല ഇയാൾ. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അഡ്വക്കേറ്റ് ജനറലിൻ്റെ കത്ത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഉച്ചയോടുകൂടി അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ നിന്ന് ഈ കത്ത് അവിടെ എത്തുന്നു. എത്തിയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം ഈ DGP തന്നെ, അന്നത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫ് തന്നെ, ഈ പറയുന്ന ഈ ഞങ്ങളുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, കത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഞാൻ നടപടികൾ ശുപാർശ ഞാൻ അതിനകത്തിൽ ഇത് ചെയ്യുകയാണ്, അട്ടിമറിക്കപ്പെട്ടില്ലെങ്കിൽ ഇതോടുകൂടി ഇയാളുടെ ശല്യം തീരുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് തന്നെ ഇയാളെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തു. പക്ഷേ അന്ന് വൈകുന്നേരത്തേക്ക് ഈ അടൂർ പ്രകാശ് തന്നെ ബന്ധപ്പെട്ടിട്ട് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഷൻ എന്നുള്ളത് മാറ്റി ഇയാളെ സ്ഥലം മാറ്റത്തിലേക്ക് മാറ്റി, തൃശ്ശൂരിലേക്കോ എങ്ങാണ്ട് സ്ഥലം മാറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്നു മുതൽ നിയമപരമായി പോരാടുകയാണ്. അപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്നത് ഇയാൾ ഒരുപാട് തരത്തിൽ അന്ന് ഇയാളെ ഒരു കോടതി, ചേർത്തല കോടതി, സുബൈർ എന്ന് പറയുന്ന ഒരു BSF ജവാനെ മർദ്ദിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന ആളാണെന്ന് ഞാൻ അങ്ങനെ അറിയുന്നു. അതുപോലെ തന്നെ കുറവിലങ്ങാട് അധ്യാപകനെ മർദ്ദിച്ച കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ടു എന്നറിയുന്നു. അങ്ങനെ 2014, 2015 കാലഘട്ടമാകുമ്പോഴത്തേക്ക് ഇയാളെ പറ്റിയുള്ള ട്രാക്ക് റെക്കോർഡ് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം പലരെയും ഉപദ്രവിച്ചതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയത് വളരെ ചെറുതാണ്. അപ്പം ഞാനൊരു കാര്യം എൻ്റെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇദ്ദേഹം പറഞ്ഞു വന്ന് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വരുന്നതിനകത്ത് അടൂർ പ്രകാശാണ് ഇതിനകത്ത് പ്രതി, അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു നേതാവ്, അല്ല പ്രതി എന്നല്ല, ഒരു നേതാവ്, ഞാൻ പ്രതി എന്ന് പറഞ്ഞു, നേതാവെന്ന് പറയുന്നു. ഞാനീ ചോദിക്കുന്നത് അടൂർ പ്രകാശ് ആയിക്കോട്ടെ, സഹായിച്ചിട്ടുണ്ടോ? അവനകത്ത് ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞതിൻ്റെ ബോധ്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഈ അടൂർ പ്രകാശ് സഹായിച്ചിട്ടുള്ള മധുബാബുവാണോ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ CPMന് ഏറ്റവും താല്പര്യമുള്ള ജില്ല, അല്ലെങ്കിൽ ഈ കേരളത്തിൽ കണ്ണൂർ കഴിഞ്ഞാൽ 2 ജില്ല പരിശോധിക്കുമ്പോൾ ആലപ്പുഴയും കൊല്ലവും അറിയാമോ CPMന് ഏറ്റവും സ്വാധീനമുള്ളത്? അവിടെ ഇരിക്കുന്ന DYSP ആണ്. മാത്രവുമല്ല, ഈ പറയുന്നത് പോലെ ഞാനിപ്പോൾ ഇതിനകത്ത് ആദ്യം പറഞ്ഞതുപോലെ SFIയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അയാളിപ്പോഴും CPMൻ്റെ ലോക്കൽ കമ്മിറ്റി ഉള്ള ആളാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ അയാളെ കർമ്മപടം അല്ലെങ്കിൽ കുറ്റി അടിച്ച് പൊട്ടിച്ച, അല്ല ചെവുകുറ്റി അടിച്ച് പൊട്ടിച്ച കേസിനകത്ത്. അപ്പം ഇയാളെ ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ ഒരു നല്ല ക്രിമിനലാണ്. പക്ഷേ ഇയാൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും കൃത്യമായ സ്വാധീനമുള്ള ആൾ തന്നെ. അത് ശരിയാണ്. പക്ഷേ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. 2014 ഇയാളെ സ്ഥലം മാറ്റപ്പെട്ടതിന് ശേഷം അന്നത്തെ UDF ഗവൺമെൻറ് പോകുന്നിടം വരെ ഇയാൾക്ക് ലോക്കൽ പോസ്റ്റിംഗ് കൊടുത്തില്ല. അത് ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ടുകൂടിയാണ്. അത് അല്ലാതെ അടൂർ പ്രകാശിൻ്റെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ്. അത് കഴിഞ്ഞ് 2010 ഞാൻ അറിയുന്നത് SFIയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ജയകൃഷ്ണൻ്റെ കർണപടവും 2012 ഇടിച്ചു പൊട്ടിച്ച് പെപ്പർ സ്പ്രേ അടിച്ച കേസിനകത്തിൽ കോടിയേരി ബാലകൃഷ്ണനാണ് അന്ന് സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തത്. അന്ന് കോന്നിയിൽ ഹർത്താലായിരുന്നു. ആഴ്ചകളോളം സമരം നടത്തി. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇയാൾ ഈ SFIയുടെ ജില്ലാ പ്രസിഡൻ്റെ കേസുകൾ അറിയുന്നു. അത് കഴിഞ്ഞ് സർക്കാർ മാറുന്നു, LDF സർക്കാർ അധികാരത്തിൽ വരുന്നു. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മളെ ഇത്രയും ഉപദ്രവിച്ച ഒരാളോട് നമുക്കെപ്പോഴും സ്വാഭാവികമായിട്ട് നമ്മൾ അയാളുടെ ഇത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ 2016 ജയകൃഷ്ണൻ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ജയകൃഷ്ണൻ പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുത്തതൊക്കെ വലിയ വാർത്തയായി. ജയകൃഷ്ണൻ്റെ പരാതിയിൽ അന്ന് 2016 ജില്ലാ പോലീസ് ചീഫ് G. ഹരിശങ്കറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്റ്റേറ്റ് പോലീസ് ചീഫിനെ ചുമതലപ്പെടുത്തി. സ്റ്റേറ്റ് പോലീസ് ചീഫ് G. ഹരിശങ്കറിനെ ചുമതലപ്പെടുത്തി. G. ഹരിശങ്കർ നല്ലൊരു റിപ്പോർട്ട് തയ്യാറാക്കി. കാരണം അന്നിരുന്ന SIമാർ ഈ കോന്നിയിൽ ജയകൃഷ്ണനെ മർദ്ദിക്കുന്ന സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കൃത്യമായി മൊഴി കൊടുത്തു. കാരണം അത്ര ബ്രൂട്ടലായിരുന്നു ആ മർദ്ദനം. മൊഴി കൊടുത്തു. അയാളുടെ പേരിൽ ഇത് പോലീസ് സേനയുടെ അഭിമാനത്തിന് തീരാ കളങ്കമാണ്, ഈ ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യണം, ഈ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടി വേണം, ഇയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് എവിടെ കൊടുത്തു? സ്റ്റേറ്റ് പോലീസ് ചീഫിന് കൊടുത്തു. അവിടെയാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന മുന്നണികൾ വ്യത്യാസമില്ല എന്ന് പറയുന്നത്. ആ റിപ്പോർട്ട് ഇതുവരെയായിട്ടും വെളിച്ചം കണ്ടിട്ടില്ല. അതിനിപ്പം പറയുന്ന ഒരു സാങ്കേതികമായ തടസ്സമാണ്. ജയകൃഷ്ണൻ പറയുന്നത് 100%, ജയകൃഷ്ണൻ പറഞ്ഞതിൽ 50% ശരിയുണ്ടെങ്കിൽ 50% ജയകൃഷ്ണൻ വിഴുങ്ങുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50% ശരിയാണ്. അന്ന് ഇയാൾക്ക് പ്രൊമോഷൻ ആദ്യ പിണറായി സർക്കാർ ഇയാളെ ഡീപ്രമോട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഇയാൾ DYSP പ്രൊമോഷൻ പട്ടികയിലെത്തിയ സമയത്ത് ഡീപ്രമോട്ട് ചെയ്ത സമയത്ത് ഇയാൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സ്റ്റേറ്റ് പോലീസ് ചീഫിനോട് നിർദ്ദേശം കൊടുത്തു. റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ സ്റ്റേറ്റ് പോലീസ് ചീഫായിരുന്ന അന്നത്തെ TP സെൻകുമാർ കൊടുത്ത റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞു, ഇതെല്ലാം ശരിയാ, പക്ഷേ ഇയാൾക്കെതിരെ ജയകൃഷ്ണൻ ഒരു സ്വകാര്യ അന്യായം കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പം തൽക്കാലം എന്തു വേണ്ട, ഈ പ്രമോഷനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും താൽക്കാലികമായി
ഒരു ഇൻ്ററിം ആയിട്ടുള്ള ഒരു സ്റ്റേ എന്ന് പറയാൻ പറ്റത്തില്ല, ഇൻ്ററിമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് മെമ്മോ ഇയാൾ കൊടുത്തു. അത് ഇൻ്ററിം ഓർഡറാണ്, ബാക്കിയെല്ലാം ശരിയാണെന്ന് തന്നെ പറഞ്ഞു. അപ്പം യഥാർത്ഥത്തിൽ പ്രമോഷൻ കൊടുക്കുന്നതിന് ഇത് തടസ്സമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശുപാർശ കൊടുത്തു. പക്ഷേ അതിൽ കേസെടുക്കുന്നതിന് തടസ്സമില്ല, അല്ലെങ്കിൽ അത് പുനഃപരിശോധിക്കുന്ന തടസ്സമില്ല. അവിടെയാണ് ഈ SFI ആകുമ്പോഴും അയാളിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവാണ്, അവിടെയാണ് അതിനകത്തൊരു ഇരട്ടത്താപ്പ്. പക്ഷേ അയാൾ ഇന്നലെ ഒക്കെ TV ചാനലിൽ ചർച്ചയിൽ പറയുന്നത് സെൻകുമാർ. ഞാൻ സെൻകുമാറിനോട് പൂർണ്ണമായും വിയോജിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. സെൻകുമാറിന് ശേഷം ലോക്നാഥ് ബെഹ്റ വന്നു, ഷേഖ് ദർവേസ് സാഹിബ് വന്നു, ഇപ്പോൾ രവത ചന്ദ്രശേഖരൻ വന്നു. എവിടെ ഈ 2016 ആദ്യ പിണറായി സർക്കാർ മാറി രണ്ടാം പിണറായി സർക്കാർ വന്നിട്ടും ഈ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. അതിനുശേഷം അവിടെ ഒന്നും തീരുന്നില്ല. അതിനുശേഷം ഈ ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇയാൾക്ക് ഒറ്റ ലോക്കൽ പോസ്റ്റിംഗ് കൊടുത്തില്ല. ഇയാൾ ഒതുക്കപ്പെട്ട തസ്തികകളിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ 2022 ഇയാൾക്ക് ആദ്യമായി വർഷങ്ങൾക്ക് ശേഷം അപ്പോഴത്തെ DYSP ആയി തൊടുപുഴയിൽ പോസ്റ്റിംഗ് കൊടുത്തു. അപ്പം നമ്മളൊക്കെ ഞെട്ടലോടാണ് കണ്ടത്. ഈ സർക്കാരിലുള്ള പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടു. 2022 തൊടുപുഴയിൽ പോസ്റ്റിംഗ് കിട്ടി രണ്ടാമത്തെ മാസം ഒരു മുരളീധരൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യനെ നെഞ്ചത്ത് ബൂട്ടിട്ട് ചവിട്ടി. അത് അവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി DYSP ഓഫീസിന് തൊട്ടപ്പുറത്തുള്ള റവന്യൂ ഡിവിഷൻ ഓഫീസിൽ നിൽക്കുക. അവിടെ നിന്നുകൊണ്ട് ഇയാളുടെ നിലവിളി കേട്ടുകൊണ്ട് ചെന്നപ്പോൾ ഇവരെല്ലാം ഇയാൾ കരഞ്ഞുകൊണ്ട് വരുന്ന കാഴ്ചയാണ് ആര് കാണുന്നത്? അവിടുത്തെ ഏഷ്യാനെറ്റ്, മനോരമ അടക്കമുള്ള മൊത്തം ദൃശ്യമാധ്യമങ്ങളും ഇത് ചെയ്തു. ഇതിൻ്റെ റെക്കോർഡിങ്സ് അവർ ടെലികാസ്റ്റ് ചെയ്തു. നടപടി ഉണ്ടായില്ല. അവസാനം അവിടെ ഒരു വിജിലൻസ് കേസിൽ ഇയാൾ പ്രതിയായി. ആ വിജിലൻസ് കേസിൽ പ്രതിയായ സമയത്ത് ഇയാൾ എന്ത് ചെയ്തു? ഇയാളെ വീണ്ടും അവിടുന്ന് മാറ്റി, ലോക്കൽ പോസ്റ്റിങ്ങിന് മാറ്റി. പക്ഷേ 2024 ഇയാൾ വീണ്ടും ആലപ്പുഴ പോലുള്ളൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് സബ് ഡിവിഷൻ ലോ ആൻഡ് ഓർഡർ DYSP ആയി പോസ്റ്റിംഗ് മേടിച്ചു. ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം അതല്ല. ആദ്യ പിണറായി സർക്കാർ വകുപ്പ് തല നടപടിയെടുത്ത് തരം താഴ്ത്താൻ ശുപാർശ ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. തീരുന്നില്ല. 2013 പത്തനംതിട്ട ജില്ലയിലെ കരിക്കിനേത്ത് വസ്ത്രാലയത്തിൽ നടന്ന കൊലപാതക കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഇയാൾ ആ കൊലപാതക കേസിൽ പ്രതികളെ സഹായിച്ചു എന്ന് കേരള ഹൈക്കോടതിയിലെ 2015 വിധിന്യായത്തിൽ ജസ്റ്റിസ് കമാൽ പാഷ അക്കമിട്ട് നിരത്തുന്നുണ്ട്. എന്തൊക്കെ വൃത്തികെട്ട കാര്യങ്ങൾ ഇയാൾ ചെയ്തു എന്ന് വളരെ 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 കൃത്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ 3 ഇൻക്രിമെൻ്റ് കട്ട് ചെയ്തു എന്നാണ് നമ്മൾ വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോൾ പറയുന്നത്. 3 ഇൻക്രിമെൻ്റ് കട്ട് ചെയ്യുന്നു. 3 ഇൻക്രിമെൻ്റ് കട്ട് ചെയ്യുന്നതാണോ? ലക്ഷങ്ങൾ കൈക്കൂലി മേടിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനായ ഒരു ദളിതനെ, കോട്ടയം ജില്ലയിലെ ഒരു ദളിതനെ, സാബു എന്ന് പറയുന്ന ഒരു ബിജു എന്ന് പറയുന്ന ഒരു ദളിതനെ ക്രൂരമായി ഒരു സമ്പന്നനായ ഒരുത്തൻ വസ്ത്രാലയത്തിലിട്ട് ചവിട്ടി കൂട്ടി കൊന്നിട്ട് അതിൻ്റെ കൃത്യസ്ഥലമസൽ കൃത്രിമം കാണിച്ചു. അത് പിന്നെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു. ഒരു കൃത്രിമമായ ഒരു പ്രതിയെ ഉണ്ടാക്കി അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കി. ഇതെല്ലാം കണ്ടുപിടിക്കപ്പെട്ടു. നടപടി ഉണ്ടായിട്ടില്ല. തീരുന്നില്ല. 2024 ഇയാൾ ആലപ്പുഴയിൽ ഇരിക്കുന്ന സമയത്ത് തവണക്കടവ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ആലപ്പുഴ സ്വദേശിയെ മർദ്ദിച്ച കേസിൽ 2024 ഇയാളെ കോടതി ശിക്ഷിച്ചു. ആ കോടതി ശിക്ഷ നിലനിൽക്കുകയാണ് ഇയാളെ ഈ സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു കോടതി ശിക്ഷിച്ചാൽ എന്തെങ്കിലും വകുപ്പ് തല നടപടി ഉണ്ടാവും. ഒരു ദിവസത്തേക്ക് ഇയാളെ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പം ഞാൻ ആദ്യമായി ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞ കാര്യം മൊത്തം കേട്ടു. അപ്പം ഞാനത് ചോദിക്കുന്നത്, ആദ്യത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള പരിഗണനകളൊന്നും കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ പറഞ്ഞതുപോലുള്ള പരിഗണനകൾ കൂടുതലായിട്ട് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിൽ, ആലപ്പുഴ ജില്ല പോലൊരു ജില്ലയിൽ, CPMൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജില്ലയിൽ ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. ഒരു പക്ഷേ അപ്പം അങ്ങനെ പറയാൻ കാര്യം, ഈ രണ്ടാമത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ പറയുന്ന മധുബാബുവിനെ സഹായിക്കാൻ ഈ ആഭ്യന്തരമന്ത്രിയും കൂടെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനകത്ത് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനകത്ത് ആരെങ്കിലും ഉണ്ടെന്നാണോ ഇദ്ദേഹത്തിൻ്റെ ഒരു പറച്ചിലിനകത്തു നിന്ന് ഞാൻ വിചാരിക്കേണ്ടത്? അതാണ് ചോദിച്ചു. ഞാൻ ഈ വിഷയം രണ്ടാമത് ABCയോടാണ് പറയുന്നത്. എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായ ദുരന്തം, കാരണം അതിനകത്ത് പറയുമ്പോൾ എനിക്കതിനകത്ത് വളരെ വൈകാരികതയുണ്ട്. കാരണം എൻ്റെ ഭാര്യ എന്നെ ഇത്രയൊക്കെ മർദ്ദിക്കാൻ കാരണം പണമല്ല, മറ്റ് സ്വാധീനമൊന്നും തന്നെയല്ല. എൻ്റെ ഭാര്യയോട് ഇയാൾക്ക് തോന്നിയ ഒരു വഴിവിട്ട ബന്ധം, അല്ലെ ഇവർ തമ്മിൽ ചേർന്ന ഒരു വഴിവിട്ട ബന്ധമാണ് ഇതിനെല്ലാം കാരണമായത്. പക്ഷേ അത് പറയുമ്പോൾ നമുക്ക് ലജ്ജയോടുകൂടിയേ പറയാൻ പറ്റൂ. ഇതൊരു ഒരു 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 വ്യക്തിക്ക്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തമാണ് ഈ. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടാത്തല്ലായ കൊണ്ട് കൈക്കൂലിക്കാരൻ, മർദ്ദനവീരൻ, പെണ്ണുപിടിയൻ. അപ്പം അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ
ഇത്തരത്തിൽ പീഡനം മോശമായ അനുഭവം ഉണ്ടായി. ഞാൻ ഇന്നലെ മനോരമ ന്യൂസ് കൗണ്ടർ പോയിന്റിൽ എന്നെ വിളിച്ചു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പം ഞാനവിടെ ചർച്ചയിൽ പോയി. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഞാൻ അവിടെയും പറഞ്ഞു. ഞാൻ രണ്ടാമത് പറയുന്ന ABC-യോടാണ്. ഞാൻ അവിടെ പറഞ്ഞപ്പോൾ അവിടുത്തെ നിഷ എന്നോട് ചോദിച്ചു, ഇത് പിണറായി അടൂർ പ്രകാശിൻ്റെ പേര് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ സർക്കാരിലെ ഇയാളുടെ സംരക്ഷകൻ്റെ പേര് പറയുന്നില്ല എന്ന് ചോദിച്ചു. ആ ചോദ്യം തന്നെയാണ് പ്രശാന്ത് പ്ലാന്തോട്ടവും എന്നോട് ചോദിക്കുന്നത്. ഞാൻ ആ ചോദ്യത്തിന് അവിടെ നൽകിയ മറുപടി തന്നെ ഞാൻ ഇവിടെയും പറയാം. എനിക്ക് ഭയമുണ്ട്. കാരണം ഞാൻ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. ഞാനൊരു സാധാരണ അഭിഭാഷകൻ മാത്രമാണ്. ഞാൻ കേസിലോ അല്ലെങ്കിൽ എൻ്റെക്ക് വരുമാനമോ ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ കേരള സംസ്ഥാനത്ത് ജീവിക്കണം. അതുകൊണ്ട് ഞാൻ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വിചാരിച്ചപ്പോൾ എന്നെ ഒറ്റ ദിവസം കൊണ്ട് 14 കേസിൽ പ്രതിയാക്കാമെങ്കിൽ ഒരു ഭരണകൂടത്തിനെതിരെ ഞാൻ മിണ്ടിയാൽ ഞാനതിന് മുഖ്യമന്ത്രി ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. കാരണം കേരളത്തിലെ കിരാതമായ പോലീസ് മർദ്ദനത്തിന് വിധേയനായിട്ടുള്ളയാളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ആദ്യ പിണറായി സർക്കാരിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ പോലീസിൽ വളരെ വളരെ ഇതുപോലുള്ള പുഴുക്കുത്തുകൾക്ക് വളരെ പ്രോത്സാഹനം കിട്ടി എന്നുള്ള കാര്യത്തിനകത്ത് അത് പറയുന്നതിനകത്ത് എനിക്ക്, പക്ഷേ ഞാൻ വ്യക്തിയുടെ പേര് പറയില്ല. ഞാൻ വ്യക്തിയുടെ പേര് പറയേണ്ട ഒരു സാഹചര്യമാവുമ്പോൾ ഞാൻ നിർഭയനായി പറയും. അതിനകത്ത് യാതൊരു സംശയവും എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും എൻ്റെ നാട്ടുകാരനാണ് ജയകൃഷ്ണൻ. പക്ഷേ ജയകൃഷ്ണൻ പറയുന്നതിനോട് ഒരിക്കലും ഓൺ ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ പറയുന്നതിനകത്തിൽ പകുതി അയാളുടെ ഒരു അന്ധമായ കമ്മ്യൂണിസ്റ്റ് പ്രേമമാണ് അതിനകത്തിലുള്ളത്. കാരണം യഥാർത്ഥത്തിൽ ഇയാളെ പ്രതിയാക്കാനുള്ള ശുപാർശ അട്ടിമറിക്കാൻ പകുതി ചെയ്തത് സെൻകുമാർ ആണെങ്കിൽ ബാക്കി മുഴുവൻ ചെയ്തത് പിന്നീട് വന്ന സ്റ്റേറ്റ് പോലീസ് ചീഫുമാരാണ്. അവസാനം അയാൾ ഇപ്പം അറിയാൻ കഴിഞ്ഞത് അയാൾ ഹൈക്കോടതിയിൽ പോകുന്നു എന്ന് പറയാനാണ് അറിയാൻ കഴിഞ്ഞത്. തൊടുപുഴ മുരളീധരൻ്റെ കേസ്, തവണക്കടവ് സിദ്ധാർത്ഥൻ്റെ കേസ്, ഇപ്പം പത്തനംതിട്ടയിലെ ഒരു ജുവലറി ഉടമയെ 24 കേസിനകത്ത് പ്രതിയാക്കി. അയാൾ കഴിഞ്ഞ ദിവസം കരഞ്ഞുകൊണ്ട്, കഴിഞ്ഞ ദിവസമല്ല, അയാൾ ഈ കേസിൽ വെറുതെ വിട്ടതിന് ശേഷം മാതൃഭൂമി, മനോരമ അടക്കമുള്ള ചാനലുകളിൽ ഈ സ്റ്റോറി അറിഞ്ഞുകൊണ്ട് അയാളുടെ വീട്ടിലെത്തി അയാളുടെ ദൃശ്യങ്ങളും അയാളുടെ സ്റ്റോറി ചെയ്തിരുന്നു. ഞാൻ സത്യം പറയാം, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരികയാണ്. കാരണം അപ്പം ഇതിനകത്ത് നമുക്കിപ്പം ചർച്ച അവസാനിപ്പിക്കും. മധുപാലിനെ പറ്റി പറഞ്ഞാൽ തീരാത്തോണമുള്ള ഒരു ക്രിമിനലാണ്. ഈ ക്രിമിനലിനെ സംരക്ഷിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞതുപോലെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അയാളുടെ പേര് പോലും പറയാൻ, നിങ്ങൾ സീനിയർ ഹൈക്കോടതി വക്കീല, നിങ്ങൾക്ക് സാധിക്കുന്നില്ല, നിങ്ങൾക്ക് ഭയമാണ്, നിങ്ങളുടെ ജീവന് ഭയമുണ്ട്, പേര് പോലും പറയാൻ പറ്റും. അപ്പോൾ അയാൾ ഈ പറഞ്ഞ പോലെ ഈ സർക്കാരിനകത്ത് ഉന്നത പദവും, നിങ്ങൾ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പദവി വഹിക്കുന്ന ആളായിരിക്കണം. അത്തരത്തിലുള്ള ഒരാളാണ്, അത്തരത്തിൽ സ്വാധീനമുള്ള ഒരാളാണ്, ഭയക്കേണ്ട ഒരാളാണ്. ചോദ്യത്തിൽ പകുതിയുണ്ട്, ഉത്തരത്തിൽ ആയിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്ലാന്തോട്ടത്തിന്റെ ചോദ്യത്തിൽ അദ്ദേഹം CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അത് ഞാൻ പറയും. അപ്പൊ അതുപോലുള്ള ഒരാളാണ്. അപ്പം ഇതുപോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽസിനെ CPM പോലെ, പിണറായി വിജയനെ പറ്റി നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം ഇടപെട്ടാൽ അറിയുന്ന ഒരവസ്ഥയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പ്രൊമോട്ട് ചെയ്യത്തില്ല. അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടാവത്തില്ല, തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. ഏതായാലും ഈ മധുപാലിനെ പോലെ ഉള്ളവർ ആണ് CPMനെ പോലെയുള്ള പാർട്ടി, അതായത് CPMനെ പറ്റി സാധാരണക്കാരനും അല്ലെങ്കിൽ അത്താണി ഇല്ലാത്തവനും ഒക്കെ ഒരു തുണയുണ്ടാവും. ഈ മധുപാലിനെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന CPM അല്ലെങ്കിൽ ഇത്തരത്തിൽ സംരക്ഷിക്കുന്ന നേതാക്കന്മാരുള്ള CPM. ഇത് തന്നെയാണ് CPMന്റെ പ്രശ്നം. ഒരു കേസ് മാത്രമല്ല, എത്രയോ കേസിൽ ഇപ്പൊ സർക്കാർ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ കരിക്കേത്ത് മട്ടർ കേസിനകത്തിൽ തെളിവ് നശിപ്പിക്കാൻ CPM ഞാൻ ഈ പറയുന്ന CPM നേതാവിന് കിട്ടാത്ത നീതി ഒരു സാധാരണ അഭിഭാഷകനായി എനിക്ക് കിട്ടുമോ? അല്ല, അത് തന്നെ CPM നേതാവ് നമ്മൾ ഈ പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സിദ്ധാന്തം പറയുന്നത് CPM നേതാവും അല്ലെങ്കിൽ വക്കീലും അല്ലെങ്കിൽ ഒരു തൊഴിലാളിയും ഒന്നുമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ തന്നെയാണ് ഇതുപോലുള്ള ക്രിമിനൽസിനെ. അത് രണ്ട് പാർട്ടിക്കകത്ത് കൊണ്ടെന്നാണല്ലോ വക്കീലിനെ സംസാരിക്കുന്നതിന്. മറ്റേ UDF-നകത്ത് ഒരു മന്ത്രി അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ആ പ്രകാശിന്റെ പേര് പറയുന്നത് ഞാൻ മരണം വരെ ഇടതുപക്ഷക്കാരനല്ല. ഞാൻ ഒരു കോൺഗ്രസ് അനുഭാവിയല്ല. ഞാനൊരു BJP പ്രവർത്തകനും ഒന്നും തന്നെയാണ്. ഞാൻ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറായിട്ടിരുന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ ജനതാദളിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളാണ്. ഞാൻ എന്നും ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. പക്ഷെ ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് കരുതി എന്നെ അടക്കം ക്രൂരമായി മർദ്ദിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഒരു സർക്കാർ വഴിവിട്ട് സഹായിക്കുമ്പോൾ, നീതി നിഷേധിക്കപ്പെടുമ്പോൾ ഞാൻ അത് മിണ്ടാതിരിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അല്ല, ഞാനീ പറഞ്ഞു വന്നത് ഇപ്പം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം ഇതിനകത്ത് ഇതുപോലുള്ള മധുപാലിനെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്
ഒരുപക്ഷെ പിണറായി അറിഞ്ഞാൽ സംരക്ഷിക്കുന്നുള്ള ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ നിന്നു കൊടുക്കുന്ന ആളല്ല. പക്ഷേ ഇത് അറിയുന്നുണ്ടാവത്തില്ല, അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ച്. ഇത്രയും വലിയ ഒരു പോസ്റ്റ് പദവിയിലിരിക്കുമ്പോൾ ഇത്രയും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയല്ല, അദ്ദേഹത്തിനോട് ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടേക്കാം ഇത് മാധ്യമ സൃഷ്ടി. അതെ, അപ്പൊ അതാണ് തീർച്ചയായിട്ടും. അപ്പൊ ഇത് ഇപ്പം മാധ്യമങ്ങൾ വാർത്തകളാക്കുമ്പോൾ, മധുബാലിനെ ചർച്ചയാക്കുമ്പോൾ, മുഖ്യമന്ത്രി പിണറായി മധുബാലിനെ ചർച്ചയാക്കും, മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതിരിക്കുന്നൊന്നുമില്ല. അപ്പൊ അതിനകത്ത് അദ്ദേഹം കൃത്യമായിട്ട് ഇടപെട്ട് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ സമൂഹത്തിന് ബാധ്യതയാണ്, അല്ലെങ്കിൽ സാധാരണക്കാരന് എന്നൊരു പ്രശ്നമാണ്. ഫേസ്ബുക്കിൽ കൂടി ഇന്നും ഇന്നലെയും അയാൾ ഭീഷണിയാണ് മുഴക്കുന്നത്. അതെ, അപ്പം അത് ഒഴിവാക്കി പോകുന്നതിന് വേണ്ടി ഈ പറയുന്നത് പോലെ സാധാരണക്കാരൻ ഇപ്പോഴും ഫേസ്ബുക്കിൽ കൂടി ഭീഷണി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് എന്ന് നമുക്ക് വിചാരിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.